ആദ്യ കൺമണി ജനിച്ച് അവനൊപ്പമുള്ള ആദ്യത്തെ രാത്രി അതെങ്ങനെയാണെന്ന് പകർത്തി പങ്കുവച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ. ആശുപത്രി മുറിയുടെ ശീതീകരണ തണുപ്പിൽ കുഞ്ഞിനെ ഭദ്രമായി പുതപ്പിച്ച് പൊതിഞ്ഞെടുത്തപ്പോൾ ആ കുഞ്ഞിനരികെ ചൂട് പകർന്ന് സുഖമായി കിടന്നുറങ്ങുന്ന അശ്വിൻ്റെ ചിത്രം പകർത്തി ദിയ പറഞ്ഞത് തൻ്റെ ഹൃദയമിടിപ്പുകളാണ് ഇത് എന്നാണ്. 2 ദിവസമായി അശ്വിൻ ഉറങ്ങിയിരുന്നേയില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അന്ന് പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോഴാണ് ദിയ ഒന്ന് മയങ്ങിയത്. അതുവരെ ദിയയ്ക്കരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു അശ്വിൻ. പിന്നീട് അപ്പുറത്തേക്ക് പോയി കിടന്നപ്പോഴേക്കും മരുന്ന് നൽകുവാനും PV ചെയ്യാനുമൊക്കെയായി ഡോക്ടർ എത്തി. അതോടെ പേടിച്ച് നിലവിളിച്ചു കരഞ്ഞു തുടങ്ങിയ ദിയയെ ആശ്വസിപ്പിച്ച് അശ്വിൻ ഒപ്പം നിൽക്കുകയായിരുന്നു. പുലർച്ചെ തന്നെയായിരുന്നു അതും നടന്നത്. അതോടെ ഉറക്കവും പോയി. പിന്നീടുള്ള നേരമത്രയും ദിയയെ ആശ്വസിപ്പിച്ചും ബാത്റൂമിലേക്കുള്ള യാത്രയും കോഫി കുടിയുമൊക്കെയായി സമയം മുന്നോട്ടു നീങ്ങി. പിന്നെ ഉറങ്ങിയതേയില്ല, ഉറക്കവും വന്നില്ല. അന്നു രാത്രി 7:16 ദിയ പ്രസവിച്ചത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും പാതിരാത്രിയായിരുന്നു. പിന്നെ കുഞ്ഞിനൊപ്പമുള്ള ആദ്യ ദിവസത്തെ തിരക്കുകളും മറ്റുമായി സമാധാനത്തോടെ ഒന്നിരിക്കാൻ പോലും പറ്റിയതുമില്ല. തുടർന്ന് ഇന്നലെയാണ് ഒന്ന് സമാധാനമായി കിടന്നുറങ്ങിയത്. ആ ചിത്രം ചൂടോടെ തന്നെ പകർത്തി തൻ്റെ ഹൃദയമിടിപ്പുകളാണ് ഇത് എന്നാണ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ ചിത്രം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ആരാധകരും. ദിയയുടെ ഭാഗ്യ നമ്പറായ 5-ാം തീയതിയാണ് കുഞ്ഞ് ജനിച്ചത്. 5-ാം മാസത്തിൽ 5-ാം തീയതി ജനിച്ചതിലൂടെ തനിക്കു വന്ന സൗഭാഗ്യങ്ങൾ അശ്വിനെ വിവാഹം കഴിച്ച 5-ാം തീയതിയിലൂടെ തുടരുകയും ഇപ്പോൾ അത് കുഞ്ഞിലേക്ക് എത്തുകയും ചെയ്യുമെന്ന വിശ്വാസമാണ് ദിയയ്ക്കും പ്രിയപ്പെട്ടവർക്കുമുള്ളത്. നീല ഉടുപ്പിട്ട് ഒരു നീലമയത്തിലാണ് എല്ലാവരും തങ്ങളുടെ ആദ്യ പേരക്കുട്ടിയെ സ്വീകരിക്കുവാൻ എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 7:16 ദിയ കൃഷ്ണ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത്. തലേന്ന് രാത്രി മുതൽക്ക് തന്നെ പെയിൻ വരാനുള്ള ഗുളികകൾ കഴിച്ചു തുടങ്ങിയ ദിയയ്ക്ക് ഏറ്റവും വേദനാജനകമായി തോന്നിയത് PV ചെയ്തപ്പോഴായിരുന്നു. ഭയന്നു വിറച്ച് ആകെ ബുദ്ധിമുട്ടി കരയുകയായിരുന്നു ദിയ അപ്പോൾ. അതൊന്നു കഴിഞ്ഞാൽ വലിയ വേദനകളൊന്നും തന്നെ ദിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ടായിരുന്നു അത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് കോഫിയും അടക്കം ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ എനർജിയോടെ ആയിരുന്നു ദിയ ഡെലിവറി സെക്ഷനിലേക്ക് എത്തിയത്. ഉയർന്ന കോൺട്രാക്ഷനുകൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം വേദനയൊന്നും അറിയാതെയാണ് ദിയ ഇരുന്നത്. ഭക്ഷണം കഴിക്കവെയായിരുന്നു ഫ്ലൂയിഡ് പൊട്ടിയതും അതിൻ്റെ അസ്വസ്ഥത ദിയ അനുഭവിച്ചതും. അതൊഴിച്ചാൽ വൈകിട്ട് വരെയും ദിയ വേദനയുടെ കഠിനഘട്ടങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ നേരം സെർവിക്സ് പൂർണ്ണമായും വികസിച്ചപ്പോഴാണ് പുഷ് ചെയ്യാൻ ഡോക്ടർമാരും നഴ്സുമാരും നിർദ്ദേശിച്ചത്. അപ്പോഴേക്കും എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് കുറഞ്ഞതിനാൽ വേദന അനുഭവിച്ചു തുടങ്ങിയിരുന്നു ദിയ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.